ഹലോ, ഇന്നെൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ 24ാമത്തെ ദിവസമാണ്. 24ാമത്തെ ദിവസത്തിൽ വന്ന് ഞാൻ നിങ്ങളോട് ഇത്രയും സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണോ, അത് ചെയ്യുന്നുണ്ടോ, അത് സ്റ്റാർട്ട് ചെയ്തവരാണോ, എല്ലാം ഒന്ന് പറയുക കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ ഡേ ബൈ ഡേ നിങ്ങൾ കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ വെയിറ്റ് ലോസിന് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് പുറമെ ലോങ് വീഡിയോ ഇടുന്നതും കൂടി ഒന്ന് കണ്ടുപോവുക. അതും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നേടിയെടുത്തിട്ടുള്ളത്. 1 kg കുറഞ്ഞ, ഞാൻ പറയില്ലേ, 1 kg കുറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സക്സസ് നിങ്ങൾ നേടിയെടുത്ത പോലെ പിന്നും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തോന്നും. ആ 1 kg ആരൊക്കെ കുറച്ചു, ആ ഒരു സക്സസ് ആരൊക്കെ നേടി എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഏകദേശം 3.3 ഒക്കെ എന്നൊക്കെ പറയാം, അത്ര വരെ ഞാൻ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നോക്കാം. എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസത്തിൽ എനിക്കൊരു 5 kg ഒന്ന് കുറഞ്ഞാൽ നന്നായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറയുമെന്നിങ്ങനെ വിചാരിക്കുന്നു. 5 or 4 അല്ലെങ്കിൽ 5 എന്തായാലും എനിക്ക് കുറയ്ക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ടാർഗറ്റിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ചുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ കുറച്ച് പേര് വെയിറ്റ് ഗെയിനിന്റെ എന്താ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ഗെയിനിന്റെ വീഡിയോ ചെയ്യാനും കവിള് വയ്ക്കാനുള്ളത്. പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വെയിറ്റ് ഗെയിനിന്റെ കാര്യം ഞാൻ പറയാൻ കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു. ഞാൻ ഇപ്പൊ എന്ത് ഭക്ഷണം കഴിച്ചാലും ഞാൻ വെയിറ്റ് ഗെയിൻ ആവും. അത് ഓരോരുത്തരുടെ ബോഡി അല്ലേ. നമുക്കിപ്പോൾ ചിലർക്ക് വെയിറ്റ് ഗെയിൻ വരില്ല, ചിലർക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ ഹോട്ടലിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കൂടി ഇങ്ങനെ മണം വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് വണ്ണം വയ്ക്കും. അപ്പൊ ആ ഒരു കാറ്റഗറി പെട്ടതാണ് ഞാൻ. അതുകൊണ്ട് വെയിറ്റ് ഗെയിനെ പറ്റി ഞാൻ ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ വെയിറ്റ് ഗെയിനെ പറ്റിയിട്ടൊരു വീഡിയോ എന്തായാലും ഇടാം കേട്ടോ. പിന്നെ ഫേസ് കവിള് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഓക്കെ, അതിന്റെ വീഡിയോയും ഇടാം. പിന്നെ എക്സസൈസിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ എക്സസൈസ് ഒന്നും ഇപ്പൊ ജിമ്മിൽ പോലും ഞാൻ പോകുന്നില്ല. ആകെ ഞാൻ എടുക്കുന്നത് ഈ ഒരു ഡയറ്റാണ്. ഈ ഒരു ഡയറ്റിന്റെ ഒരു ഇതിലാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് പറ്റാത്തത്. നിങ്ങൾക്കറിയാലോ, ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു 8 ഡിഗ്രി 7 to 8 ഒക്കെയാണ് ഡിഗ്രി സെൽഷ്യസ് ആണ് എനിക്ക് ഇവിടുത്തെ തണുപ്പെന്ന് പറയുന്ന. ആ ഒരു തണുപ്പിൽ ഭയങ്കരമായിട്ട് ഒട്ടും അങ്ങനെ നമുക്ക് ഒരുപാട് ശരീരം അനങ്ങുമ്പോൾ ദേഹം വേദന എടുക്കും നമുക്ക്. ഞാൻ എക്സ്ക്യൂസ് പറയുന്നതല്ല, ഓരോരുത്തർക്കും ഓരോ രീതികളാണല്ലോ പറ്റുന്നതും പറ്റായ്മയും ഒക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതാണ്. നിങ്ങളത് മനസ്സിലാക്കും എന്നിങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും ഉടനെ പിന്നെ ഫേസിൻ്റെ എക്സസൈസ് ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. ഫേസ് ഫാറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസ് ചെയ്യാം, ഫേസ് വയ്ക്കാനുള്ള എക്സസൈസും നമുക്ക് വരുന്ന വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ പോർഷനായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോവാം. എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് എനിക്ക് ഇപ്പോൾ എൻ്റെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ഭക്ഷണം കൂടി ചേർത്തെടുക്കുമ്പോഴേ നമുക്ക് വെയിറ്റ് ലോസ് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും എടുത്തെടുത്ത് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതൊക്കെ കണ്ടിട്ട് വേണം നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾ കാണും, നിങ്ങൾക്ക് മനസ്സിലാവും എന്നിങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഡീറ്റോക്സ് ഡ്രിങ്ക് ഒക്കെ എടുക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഒരു ഡീറ്റോക്സ് എടുക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ എനിക്ക് യൂസ്ഫുൾ ആകുന്നു എന്ന് എനിക്ക് അറിയാൻ വയ്യ. ബട്ട് എനിക്കിഷ്ടമായി ആ ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. എനിക്ക് ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി ഞാൻ ചിയാ സീഡ് എടുത്തിട്ട്. എനിക്ക് ചിയാ സീഡ് എടുക്കണം. ബാക്ക് ടു ചിയാ സീഡ് വാട്ടറിലോട്ട് പോകണം. അത് ചിയാ സീഡ് വാട്ടർ ആയിട്ടല്ലെങ്കിലും ചിയാ സീഡ് വെച്ചിട്ടുള്ളത് തൊട്ട് എനിക്ക് എടുക്കണം. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും പ്രോഗ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഗ്രസ് ആണ് ഇപ്പോഴും പോകുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക. ഞാൻ മാക്സിമം എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വെയിറ്റ് ലോസിന് നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? മീൻസ് നിങ്ങളുടെ പാർട്ട്ണർ, പാരൻസ്, ഫ്രണ്ട്സ്, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ, ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മള് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ബോഡി വെയിറ്റ് ഉണ്ട്. എനിക്ക് ആ ഒരു ബോഡി വെയിറ്റ് ഞാൻ ഏകദേശം നല്ല രീതിയിൽ കുറച്ചു. അപ്പോൾ അവര് നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ കുറയുമ്പോൾ ഇവരെന്ത് പറയും, മതി, ഇനി വെയിറ്റ് ലോസ് ചെയ്യേണ്ട, ഇത് മതി എന്നിങ്ങനെ പറയും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മീൻസ് കംപ്ലീറ്റ് ജേർണിയിൽ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ്. എന്നെ അങ്ങനെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അവർ പറയും മതി, ഇനി കുറയ്ക്കേണ്ട, ഇനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയാവും ഇങ്ങനെയാവും. പക്ഷെ എനിക്കെന്തോ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. എനിക്ക് ഇനി കുറയ്ക്കണം എന്നാണ്.
ഞാൻ പക്ഷെ അത് കുറയ്ക്കുന്നുമുണ്ട്. അല്ല, നിങ്ങളുടെ എന്താ അടുത്തുള്ള ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്, അവർ സ്നേഹം കൊണ്ടാണ് പറയുന്നത്, പക്ഷെ എനിക്ക് ഇനിയും കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫാസ്റ്റിംഗ് എന്തായാലും ബ്രേക്ക് ചെയ്യാൻ നേരത്തെ കാണാം. ഹലോ, എൻ്റെ ഫാസ്റ്റിംഗ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് എന്നും കുടിക്കുന്ന വെള്ളം തന്നെയാണ്, ജിഞ്ചർ വാട്ടർ. ഇത് കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഞാനിന്ന് എൻ്റെ ലഞ്ച് ടൈമിന് എടുത്തേക്കുന്ന ചോറ്, പുളിശ്ശേരി, ചിക്കൻ കറി, പിന്നെ കുറച്ച് സാലഡാണ്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ. ഹലോ, ഞാനിന്ന് എൻ്റെ സ്നാക്ക് ടൈമിൽ എടുത്തേക്കുന്നത് ഗ്രീൻ ടീയും പിന്നെ അനാറുമാണ്. ഇത്രയും അനാർ എടുക്കുന്നില്ല, ഞാനിതിൻ്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 പോർഷനെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ സ്നാക്ക് അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, അങ്ങനെ എൻ്റെ ഈറ്റിംഗ് വിൻഡോ ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടാണ്. ഈ 2 സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈറ്റിംഗ് വിൻഡോ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി 24ാമത്തെ ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 25ാമത്തെ ദിവസത്തിൽ കാണാം. ബൈ ബൈ.